ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ. ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം കീ സൗണ്ട് പോരാ. ശ്രീമദ് ഭാഗവതം കീ. നമുക്ക് 3 ദിവസം ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ ഭാഗവതത്തിൻ്റെ വ്യത്യസ്തമായ അധ്യായങ്ങൾ ചർച്ച ചെയ്തു. ഇത് നമ്മുടെ അവസാനത്തെ സത്സംഗമാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും മഹാത്മ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണോ വ്യക്തികൾ ഭാഗവതത്തിനെ സ്തുതിച്ചത്, അതുപോലെ തന്നെ ദേവഗണങ്ങളും ഭാഗവതത്തിനെ സ്തുതിച്ചിട്ടുണ്ട്. മനുഷ്യർ മാത്രമല്ല. കേരളത്തിൽ പൂന്താനം സ്ഥിരമായി ഒരു ശ്രീകൃഷ്ണസ്വാമി മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് ഭാഗവത പാരായണം നടത്തുമായിരുന്നു. പൂന്താനം കേരളത്തിൽ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ നിരന്തരമായി ചെന്ന് ഭാഗവത പാരായണം നടത്തുമായിരുന്നു. അത് ഏത് ക്ഷേത്രമാണ്? കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. എത്ര പേര് പോയിട്ടുണ്ട് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം? കുറച്ച് പേര് പോയിട്ടുള്ളൂ. ഇവിടെ നിന്ന് അടുത്തല്ലേ? കണ്ണൂരിലാണല്ലേ? നിങ്ങൾക്കടുത്താണ്, എനിക്കാണ് ദൂരം അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിനേക്കാളും തൃശ്ശൂരിൽ നിന്ന് അടുത്തല്ലേ? മഹാ അത്ഭുതം. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ അവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കണം. എവിടെ? കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇന്നും ആ ക്ഷേത്രത്തിൽ നിരന്തരം ശ്രീമദ് ഭാഗവതം രുക്മിണി സ്വയംവരം അധ്യായം വായിക്കും. ഡെയിലി ആ ഒരു അധ്യായം നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കും. പൂന്താനം ആ ക്ഷേത്രത്തിൽ ഭാഗവത പാരായണത്തിന് ചെയ്യുമായിരുന്നു. രുക്മിണി സ്വയംവര അധ്യായമൊക്കെ വായിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഒരു അടയാളം വെച്ചിട്ട് പോകും. ഒരു അധ്യായം തീർന്നതിന് അടയാളം വെച്ചിട്ട് പോകും. അടുത്ത ദിവസം ഇദ്ദേഹം വായിക്കാമെന്ന് നോക്കുമ്പോൾ ഈ അടയാളം രുക്മിണി സ്വയംവരത്തിൻ്റെ മുമ്പേ ആയിരിക്കും.
അപ്പോൾ ഇദ്ദേഹം ആദ്യമൊക്കെ വിചാരിച്ചു എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് രുക്മിണീ സ്വയംവരം ഒന്നും കൂടെ വായിക്കും. അടുത്ത ദിവസം വന്ന് നോക്കുമ്പോൾ വീണ്ടും കഥ അതുപോലെ തന്നെ. അപ്പോൾ പൂന്താനം വിചാരിച്ചു ഈ ക്ഷേത്രത്തിൽ ഈ നാട്ടുകാർക്ക് ആരോ രുക്മിണീ സ്വയംവരം കേൾക്കാൻ അത്രയ്ക്കും താല്പര്യമാണ്. എന്നിട്ട് അദ്ദേഹവും പതിവ് പോലെ ദിവസവും രുക്മിണീ സ്വയംവര അധ്യായം വായിക്കും. ഒരു ദിവസം എല്ലാം വായനയൊക്കെ കഴിഞ്ഞു, അടയാളപ്പെടുത്തി അദ്ദേഹം എല്ലാം അടച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അല്പദൂരം കൂടെ പോയപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ് തൻ്റെ ഉത്തരീയവും തൻ്റെ സാധനം എല്ലാം അവിടെ തന്നെ മറന്നു വെച്ചു. അപ്പം അത് എടുക്കാനായിട്ട് വന്നു. ഇവിടെ ഈ ദിവസം ഈ അടയാളം മാറ്റിവെക്കുന്നത് ആരാ? മഹാദേവനാ മാറ്റിവെക്കുന്നത്. രുക്മിണീ സ്വയംവരം കേൾക്കാൻ അത്രയ്ക്കും താല്പര്യം. അപ്പോൾ പൂന്താനം ഇറങ്ങിപ്പോയി. ഉടനെ പാർവതി ദേവി പറഞ്ഞു മഹാദേവൻ്റെ അടുത്ത്, അമൃത സമാനമാണ് ഈ അധ്യായങ്ങൾ ഭാഗവതത്തിൽ. എത്ര കേട്ടാലും എത്ര അനുഭവിച്ചാലും മതിയാവില്ല. ആനന്ദമയോർഭ്യാസാത്, ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭൗതിക ലോകത്തിൽ ഒരുപാട് ആനന്ദമുണ്ട്, പക്ഷെ അതൊരു ദിവസം മടുക്കും. എത്ര പേർക്കാണ് പാൽപ്പായസം ഇഷ്ടം? ഓക്കെ, ഒരു ഗ്ലാസ് കുടിക്കും, 2 ഗ്ലാസ് കുടിക്കും. 10 ഗ്ലാസ് ഒക്കെ കൊടുത്താൽ കുടിക്കാൻ പറ്റുമോ? കുടിക്കുമോ? കുടിക്കും. ആഹാ, എന്താ പേരെന്താ? എന്താണ് പേര്? 10 ഗ്ലാസ് കുടിക്കുമെന്ന് കൈ തൂക്കിയിട്ട് പേര് പറയുന്നില്ലല്ലോ. സ്പെല്ലിംഗ് YA യാര. എന്താ അർത്ഥം ആ പേരിന്? യാര. കേൾക്കാൻ സുഖമുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പാൽപ്പായസം മടുക്കും. ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട് പാൽപ്പായസം കുടിച്ചിട്ട് കുറച്ച് അച്ചാറും കൂടെ എടുത്ത്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് സുഖമുണ്ട്. പക്ഷേ ആ സുഖം ആവർത്തിച്ച് നമ്മൾ അനുഭവിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ മടുക്കും. ചിലർക്ക് ചില പർട്ടിക്കുലർ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. 5 പ്രാവശ്യം 10 പ്രാവശ്യം ഇടും, പിന്നെ ആകുമ്പോൾ മടുക്കില്ലേ? ഞാൻ 30 കൊല്ലമായിട്ട് ഒരേ കളറാണ്, മാറിയിട്ടേ ഇല്ല, യൂണിഫോം. അപ്പോൾ പാർവതി ദേവി മഹാദേവൻ്റെ അടുത്ത് പറയുന്നു, ഈ അധ്യായങ്ങൾ എത്ര കേട്ടാലും മടുക്കുന്നേയില്ല. അതിലും ആ തിരുമേനി വായിക്കുന്നത്, പൂന്താനം വായിക്കുന്നത് അത്ര സ്വാദ. എങ്ങനെയാണോ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സ്വാദ് സുഖമഹർഷി പറഞ്ഞപ്പോൾ അത് കൂടി. നിഗമ കൽപ്പതരോർ ഗലിതം ഫലം സുഖമുഖാദ് അമൃത ദ്രവ്യ സംയുക്തം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ. സുഖമഹർഷി മാമ്പഴം വളരെ ടേസ്റ്റ് ഉള്ളതാണ്, പക്ഷെ തത്ത കടിച്ച പഴമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം ചില ഈ പഴങ്ങൾ ഈ തത്ത കടിച്ചിട്ട് അവിടെ ഇട്ടിരിക്കും കുറച്ച്, അത് ഭയങ്കര ടേസ്റ്റാണ് തത്ത കഴിച്ച മാമ്പഴം. ഈ പൂന്താനം ഈ മഹാത്മാവ് പാടിയത് അത്ര രസകരമാ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്നാൽ ഞാനും അധ്യായം വായിക്കാം. അപ്പോൾ പൂന്താനം തിരിച്ചു വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മഹാദേവൻ ഇരുന്ന് അധ്യായം വായിക്കുന്നു. പിന്നെ പാർവതി ദേവി, ഗണപതി, ഗണേശ, സുബ്രഹ്മണ്യൻ, മറ്റു ഭൂതഗണങ്ങൾ, ശിവൻ്റെ അസിസ്റ്റൻറ്റുമാരാരാണ്? എല്ലാം ഭൂതപ്രേത പിശാചുക്കളാണ്. എല്ലാവരും ഇരുന്ന് കേൾക്കാം.
അതിലും ഭഗവാൻ വന്ന് രുക്മിണി ദേവിയെ തട്ടിക്കൊണ്ടുപോയ രംഗം വന്നപ്പോൾ എല്ലാം അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ഭൂതങ്ങളെല്ലാം അലറിക്കൊണ്ട് ചിരിക്കുന്നു. പൂന്താനം ആ സാധനം മറന്നു വെച്ച് പോയത് എടുക്കാൻ തിരിച്ചു വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുന്തോറും ഭയാനകമായ ശബ്ദം. എവിടെ ഇരുന്ന ആരോ അലറുന്നു, നിലവിളിക്കുന്നു. ഈ അസുരന്മാരെല്ലാം മാറിലട്ടിച്ചോണ്ട് ചിരിക്കുക. അങ്ങനെയൊക്കെ അവർ ചിരിക്കുക. നമ്മളൊക്കെ ചിരിക്കുന്ന പോലെയല്ല. ഒന്നാ തൊടയിൽ തട്ടി ചിരിക്കും, അല്ലെങ്കിൽ മാറി തട്ടി അങ്ങനെയൊക്കെ ചിരിക്കുക. പൂന്താനം പേടിച്ചു പോയി. പതുക്കെ 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 അടുത്തെത്തി വന്ന് നോക്കിയപ്പോഴാണ് മഹാദേവൻ വ്യാസപീഠത്തിലിരുന്ന് ഭാഗവതം വായിക്കുന്നു. ഈ രാക്ഷസ ഭൂതഗണങ്ങളെല്ലാം അട്ടഹസിച്ച് ചിരിക്കുന്നു. അതിലും ഭഗവാൻ പ്രത്യേകിച്ച് രുക്മിണി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രംഗം. പാർവതിയെടുത്ത് ചോദിച്ചു, മഹാദേവൻ എങ്ങനെ ഉണ്ടായിരുന്നു? പാർവതി പറഞ്ഞു, ഗംഭീരം. എന്നാലും ആ തിരുമേനിയുടെ അത്രയ്ക്കായില്ല. ആരുടെ അത്രയ്ക്കായില്ല? പൂന്താനത്തിൻ്റെ അത്രയ്ക്കായില്ല. വാതലിൽ നിന്ന് കേട്ട പൂന്താനം ശരീരം വിറച്ച് കണ്ണീര് ചൊരിഞ്ഞ് തൊണ്ടയിടറിപ്പോയി. ഞാൻ വായിച്ചത് ഇത്ര മനോഹരമെന്ന് ദേവി തന്നെ പറയുന്നുണ്ടല്ലോ. അന്ന് മുതൽ പൂന്താന അവിടെ ഇതേ അധ്യായം വായിക്കാൻ തുടങ്ങി. ഇന്നും ആ ക്ഷേത്രത്തിൽ ഏത് അധ്യായമാണ് വായിക്കുക? രുക്മിണി സ്വയംവരം. പ്രഭുപാദ് സ്വാമികൾ പറഞ്ഞു, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഇതിനും കൃഷ്ണനും ഈ ഗ്രന്ഥത്തിനും ഭഗവാൻ കൃഷ്ണനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഇത് കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ദിവസവും ശ്രീമദ് ഭാഗവതത്തിൻ്റെ അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നവർ, വായിക്കുന്നവർ, ഒരു ദിവസം ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പരമസത്യത്തിനെ ധ്യാനിച്ചത് കൊണ്ട് അവർ തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്തിലെത്തും. അതിൽ യാതൊരു സംശയവുമില്ല. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ ജയ ഭാഗവത देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय कृष्ण स्वरूपा देवा ശ്രീമദ് ഭാഗവതം കീ. ഭാഗവതത്തിൽ എത്ര ശ്ലോകമാണുള്ളത്? എത്ര ശ്ലോകമാണ് ഭാഗവതത്തിലുള്ളത്? 18,000 ശ്ലോകം. ഇത് തുടങ്ങിയപ്പോൾ 4 ശ്ലോകമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. ആദ്യം വെറും 4 ശ്ലോകം ഭാഗവതത്തിൽ. പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ ഒരു ദിവസം ബ്രഹ്മാവ് കണ്ണു തുറന്നു നോക്കി. എവിടെ നോക്കിയാലും ഇരുട്ട്, എവിടെയും പ്രകാശമില്ല. ബ്രഹ്മാവിന് സ്വയം ആരെന്ന് പോലും തിരിച്ചറിവുണ്ടായില്ല. ബ്രഹ്മാവ് ഒറ്റയ്ക്ക് ആ താമരയുടെ മീതെ ഇരുന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഭയം പിടികൂടി. വലിയ ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യജീവിതം ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ സന്യാസിവര്യന്മാർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. എങ്ങനെ? ഒറ്റയ്ക്ക് കഴിയാം. ഇവിടെ എനിക്ക് തോന്നുന്നു 100-150 പേര് 200 പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. നമ്മളിൽ എത്ര പേര് ഒരു മനുഷ്യജീവിതം ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടും? എനിക്ക് ആരും വേണ്ട, ഒറ്റയ്ക്ക് കഴിയാൻ പറ്റും.
എന്ന ആത്മവിശ്വാസം എത്ര പേർക്കുണ്ട്? ആർക്കുമേ ഇല്ല. സന്യാസി വര്യന്മാർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ, സാധാരണക്കാർക്ക് സാധിക്കില്ല. കുറച്ചു കാലം ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഭയം പിടികൂടും. ബ്രഹ്മാവ് ആ താമര പുഷ്പത്തിൻ്റെ മീതെ ഇരുന്ന്, ഇരുട്ടായിരുന്നു, ഭയമായി. ബ്രഹ്മാവ് പതുക്കെ താമരയുടെ ഓരോ യഥളും ഉയർത്തി നോക്കി. സ്വയമാരെന്നറിയില്ല, അവിടെ ചുറ്റിയുള്ളവരാരെന്നറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ എന്ത് ചെയ്തു? ആ താമര തണ്ടിനകത്ത് ഇറങ്ങി എത്രയോ 1000 വർഷം യാത്ര ചെയ്തു. ആ താമരത്തണ്ടിനും ഒരു അന്ത്യമില്ല. ഭയം കൂടിക്കൂടി വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ബ്രഹ്മാവ് താമര പുഷ്പത്തിൽ ചെന്ന് ഇരുന്നു. ഹൃദയത്തിലിരുന്ന് ഒരു ശബ്ദം കേട്ടു. തപ്പ തപ്പ. നമ്മുടെ ഹൃദയത്തിൽ സൗണ്ട് ഉണ്ടോ? എങ്ങനെയാ അടിക്കുക? ടപ്പ് ടപ്പ് എന്ന് അടിക്കും അല്ലേ? അപ്പൊ ബ്രഹ്മാവിന് കേട്ട ശബ്ദം തപ തപ. തേനേ ബ്രഹ്മഹൃദയേ ആദികവയേ മുഹ്യന്തിയത് സൂരയഃ തേജോ വാരി മൃതാം യഥാ വിനിമയ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിരുന്ന് തപാ തപാ എന്ന ശബ്ദം കേട്ടു. ഉടനെ ആ ഹൃദയത്തിലുള്ള രൂപത്തിനെ ധ്യാനിച്ച് ബ്രഹ്മാവ് തപസ്സേരിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലിരുന്ന് ജ്ഞാനം ഉത്ഭവിച്ചു. തേനേ ബ്രഹ്മഹൃദയേ ആദികവയേ മുഹ്യന്തിയത് സൂരയഃ. ഹൃദയത്തിലിരുന്ന് ജ്ഞാനമുണ്ടായി. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലിരുന്ന് ജ്ഞാനമുണ്ടായി. ഞാൻ ഭഗവാന്റെ ആദ്യത്തെ പുത്രൻ ബ്രഹ്മാവാണെന്നും, ഞാനൊരു താമര പുഷ്പത്തിൻ്റെ മീതെ ഇരിക്കുന്നു, ആ താമര പുഷ്പത്തിൻ്റെ തണ്ട് താഴെ ഭഗവാന്റെ നാഭിയിൽ വരുന്നു, വന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജ്ഞാനമെല്ലാം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലുണ്ടായി. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? പതുക്കെ താമരയിലിരുന്ന് താഴോട്ട് ചാടി. ചാടിയപ്പോൾ കണ്ണ് തുറന്ന് നോക്കാൻ സാധിച്ചില്ല. സൂര്യകോട്ടി സമപ്രഭ, ഭയങ്കര തേജസ്സോടൊരു വ്യക്തി, നോക്കാൻ സാധിച്ചില്ല. പിന്നെ ബ്രഹ്മാവ് പതുക്കെ നോക്കിയപ്പോൾ ഭഗവാൻ ഇങ്ങനെ അനന്തൻ്റെ മീതെ കിടക്കുന്നു. ഒരു കയ്യിൽ താമര പുഷ്പം, ഇനിയൊരു കയ്യിൽ ചക്രം, ഒരു കയ്യിൽ ഗദ, ഇനിയൊരു കയ്യിൽ സുദർശനം. ഇതെല്ലാം 4 ശംഖചക്ര ഗദാപദ്മധാരിയായി കിടക്കുന്നു. പിന്നെ ഭഗവാൻ ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് സൃഷ്ടി തുടങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി. അപ്പോൾ ഭഗവാൻ 4 ശ്ലോകമാണ് പറഞ്ഞു കൊടുത്തത്. ആർക്ക്? ബ്രഹ്മാവിന്. ആദ്യം ശ്രീമദ് ഭാഗവതത്തിൽ എത്ര ശ്ലോകമുണ്ടായി? 4 ശ്ലോകം. ആ 4 ശ്ലോകം എന്താ വിവരിക്കുന്നത്? ഈശ്വരൻ്റെ ലോകത്ത് എല്ലാം സത്യം, ഭൗതിക ലോകത്തിലെല്ലാം മിഥ്യ, നിഴലാണ്. ഭഗവാൻ നാരായണന്റെ നാഭിയിലിരുന്ന് താമരകമലം വന്നു. താമരകമലത്തിൽ ആദ്യത്തെ പുത്രനുണ്ടായി. ആരാണത്? ബ്രഹ്മാവ്. നേരെ ഭൗതിക ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ താമര പുഷ്പമുണ്ട്. പക്ഷെ പുറത്താണോ അകത്താണോ? അകത്ത്. പൊക്കിൾ കൊടി പുറത്തല്ല വരുന്നത്. ഭഗവാൻ എങ്ങനെയാ വന്നത്? ആ കൊടി പുറത്തു വന്നു, അതിലൊരു താമര പുഷ്പമുണ്ടായി, താമരയിൽ ബ്രഹ്മാവുണ്ടായി. അതിൻ്റെ നിഴലാണ് ഭൗതിക ലോകം. അപ്പം ഭൗതിക ലോകത്തിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ആ പൊക്കിൾ കൊടി വരും. പക്ഷേ ബ്രഹ്മാവ് നേരെ ഇരിക്കുന്നു. ഇവിടെ കുഞ്ഞെങ്ങനെയായിരിക്കുന്നത്? തലകുത്തന്. നമ്മളെല്ലാവരും തലതിരിഞ്ഞ് ജനിച്ച ആൾക്കാരെ, ഒന്നും നേരെ ജനിച്ചതല്ല. അതിൻ്റെ നിഴലാണ് ഇത്. അവിടെ എല്ലാം ആനന്ദമയം, ഇവിടെ എല്ലാം ദുഃഖകരം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് ചെയ്യും? കരയും. ഒരാൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? കരയും.
കരച്ചലിൽ തുടങ്ങി കരച്ചലിൽ അവസാനിക്കുന്ന മനുഷ്യജീവിതം. അപ്പോൾ ആദ്യം 4 ശ്ലോകമുണ്ടായി. പിന്നെ ഓരോരുത്തരും കേട്ട് കേട്ട് സുഖപരീക്ഷിത്ത് സംവാദം, സൂതപൗരാണികനും സൗനകാദി ഋഷികളും സംവാദം, മൈത്രേയ ഉദ്ധവ സംവാദം, ഇങ്ങനെ പലരും ഭാഗവതത്തിനെ കുറിച്ച് സംസാരിച്ച് അവസാനം 4 ശ്ലോകം എത്ര ശ്ലോകമായി മാറി? 18,000 ശ്ലോകമായി മാറി. അതിൻ്റെ പുറമെ പ്രഭുപാദർ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ശ്ലോകത്തിന് 1 പേജ് വിവർത്തനം. ഒരു ശ്ലോകത്തിന് എത്ര വിവർത്തനം? ഇപ്പോഴും വായിക്കാതെ ഒരു തലമുറ പോയി കഴിഞ്ഞാൽ ഈ 18,000 ശ്ലോകം വീണ്ടും കൂടും. മനസ്സിലായില്ലേ? എത്ര താമസിപ്പിക്കോ അത്രയ്ക്കും ഇത് കൂടിക്കൊണ്ടേയിരിക്കും. മനുഷ്യന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഭാഗവതം ഒരു മനുഷ്യ ജീവിതത്തിൽ വായിച്ചു പൂർത്തിയാക്കണം. ആദ്യം 4 ശ്ലോകത്തിൽ ഉത്ഭവിച്ച ഭാഗവതം പിന്നീട് ആദ്യത്തെ സപ്താഹം എന്ന് പറയുന്നത് ശുകതളം, ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ ശുകതളം ഗംഗാതീരത്ത് വെച്ചാണ് ശുകദേവ മഹർഷി, ശുകമഹർഷിക്കും പരീക്ഷിത്ത് രാജനും നടക്കുന്ന സംവാദം. എങ്ങനെയെന്ന് വെച്ചാൽ, സുഖമഹർഷി അമ്മയുടെ ഗർഭപാത്രത്തിൽ 16 വർഷം അകത്തിരുന്നു, പുറത്തു വന്നില്ല. എത്ര വർഷം ഗർഭത്തിലുണ്ടായിരുന്നു? 16 വർഷം. അച്ഛൻ വ്യാസൻ പറയും, മകനെ പുറത്തു വാ. ഉടനെ മകൻ പറയും, ഞാൻ പുറത്തു വരില്ല, വന്നാൽ എന്നെ മായ പിടികൂടും. മായ എന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിശ്വസിച്ച് നടക്കുന്നതാണ് മായ. സത്യമല്ലാത്തതിനെ സത്യമെന്ന് വിശ്വസിച്ച് നടക്കുന്നു. ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല, എല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടിട്ട് പോകും. എൻ്റെ ശരീരം എന്നേക്കും എൻ്റെ കൂടെ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. എൻ്റെ ബന്ധുജനങ്ങൾ എന്നേക്കും എൻ്റെ കൂടെ ഉണ്ടാകുമോ? ഇല്ല. എൻ്റെ വീട്, എൻ്റെ വസ്ത്രം, എൻ്റെ സ്വർണം, പണം, സ്ഥാനമാനം, അഭിമാനം, ഇതെല്ലാം നമ്മളോടൊപ്പം എപ്പോഴും കാണുമോ? ഒന്നും കാണില്ല. ഇതെല്ലാം ഒരു ദിവസം വരും, ഒരു ദിവസം നമ്മളെ വിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ ശുകമഹർഷി ആദ്യം പരീക്ഷത്തിന് 7 ദിവസം ഉപദേശിച്ചു കൊടുത്തു ഭാഗവതം. തക്ഷകൻ എന്ന പാമ്പ് പരീക്ഷത്തിനെ കടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. 7ാമത്തെ ദിവസം മരണം ഉറപ്പാണ്. ആർക്കെങ്കിലും മരണത്തിനെ ജയിക്കാൻ സാധിക്കുമോ? ആർക്കും മരണത്തിന് ജയിക്കാൻ സാധിക്കില്ല. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ യമൻ രാവിലെ ഒരു ലിസ്റ്റുമായിട്ട് അങ്ങ് ഇറങ്ങും. ഓരോ ജംഗ്ഷനിൽ നിന്ന് 2-3 എണ്ണനെ പിടിച്ചുകൊണ്ട് പോകും. തൃശ്ശൂരിൽ നിന്ന് 4, കരയാമുട്ടത്തിൽ നിന്ന് 2 ലിസ്റ്റുമായിട്ട് വരും. പിന്നെ കർക്കടക മാസം യമൻ്റെ ടാർഗറ്റ് കുറച്ച് കൂടുതലാണ്, അന്ന് ലിസ്റ്റ് വലുതാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ വന്ന് ഒരാളെ കണ്ടിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ സമയമായി, ഞാൻ കൊണ്ടുപോകാം. അയാൾ പേടിച്ചു പോയി. യമൻ പറഞ്ഞു, തയ്യാറായിക്കോ, ഇനിയും കുറച്ച് നേരത്തിൽ നിന്നെ തൂക്കിക്കൊണ്ടുപോകും. ഇത് കേട്ട ബ്രാഹ്മണൻ പേടിച്ചു പോയി, എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടണമല്ലോ. കാരണം യമന് കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല. യമൻ വന്നു കഴിഞ്ഞാൽ 50 രൂപ കൊടുത്തിട്ട് പോയിട്ട് അടുത്ത ആഴ്ച വാ എന്നൊന്നും പറയാൻ പറ്റില്ല, പിടിച്ചോണ്ട് പോകും. യമൻ്റെ 2 അസിസ്റ്റന്റുമാർ ആരൊക്കെയാണ്? ഞാൻ ഇന്നലെ പറഞ്ഞു, ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. യമൻ്റെ 2 അസിസ്റ്റന്റുമാർ ആരൊക്കെയാണ്? കാലവും മൃത്യുവും. കാലക്ഷേപോ ന കർത്തവ്യം ക്ഷീണമായോ ക്ഷണേ ക്ഷണേ യമസ്യ കരുണാനാസ്തി കർത്തവ്യം ഹരികീർത്തനം. കാലം അതിൻ്റെ കർത്തവ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ക്ഷണവും നമ്മൾ മരണത്തിനെ നോക്കി യാത്ര ചെയ്യുന്നവരാണ്.
യമസ്യ കരുണാ നാസ്തി, യമധർമ്മന് കാരുണ്യമില്ല. അപ്പൊ ചെയ്യേണ്ട ജോലി എന്താണ്? കർത്തവ്യം ഹരികീർത്തനം. അപ്പൊ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? യമനെ സ്വീകരിച്ച് വീട്ടിൽ പിടിച്ചിരുത്തി. അങ്ങ് എന്തായാലും വന്നത് നല്ല കാര്യമായി, സന്തോഷമായി, കണ്ട് സന്തോഷമായി. കുറേ ഗ്ലാസ് പായസവും കൂടെ കൊടുത്തു. ആർക്ക്? യമന്. യമൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് എന്നെ കണ്ട് ഒരാൾ സ്വീകരിച്ച് പായസമൊക്കെ തരുന്നത്. സാധാരണ ഞാൻ വരുമ്പോൾ എല്ലാവരും ഓടെയാ ചെയ്യുക. യമൻ പായസം കുടിച്ചു. നല്ലോണം കുടിച്ചപ്പോൾ യമന് ചെറിയ ഉറക്കക്ഷീണം, മയക്കം, ഒന്ന് മയങ്ങി. യമൻ ഉറങ്ങിയ സമയം നോക്കി ഈ ബ്രാഹ്മണൻ ലിസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു? മേലെ ഇരുന്ന തൻ്റെ പേര് വെട്ടി താഴെ ചേർത്ത് വെച്ചു. എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. പേര് വെട്ടി അവസാനാക്കി. കുറേ കഴിഞ്ഞ് യമൻ ഉറക്കം എണീറ്റിട്ട് പറഞ്ഞു, എന്നെ ഇതുവരെ നിന്നെപ്പോലെ ആരും സൽക്കരിച്ച് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നിന്നെ അങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകില്ല. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാം? സാധാരണ ഞാൻ ലിസ്റ്റ് മേലെ ഇരുന്നാ പിടിക്കാറ്, ഇന്ന് ഞാൻ താഴെ ഇരുന്ന് പിടിക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ആര് പോയി? യമസ്യ കരുണാ നാസ്തി കർത്തവ്യം ഹരി. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ആസ് ഷ്യോർ ആസ് ഡെത്ത്, മരണത്തിനെ പോലെ ഉറപ്പായതാണ്. ആർക്കും മരണത്തിനെ നിയന്ത്രിക്കാനേ സാധിക്കില്ല. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ. ധ്രുവം എന്ന് വെച്ചാൽ ഉറപ്പായതാണ്. ജനിച്ചവർ ഉറപ്പായിട്ടും മരിക്കും. ധ്രുവം ജന്മ മൃതസ്യ ച. മരിച്ചവർ ഉറപ്പായിട്ട് വീണ്ടും ജനിക്കുകയും ചെയ്യും. ജനിച്ചവന് മരണം ഉറപ്പത്രേ, മരിച്ചവന് ജനനവും ഉറപ്പാണ്. അങ്ങനെ പരീക്ഷിത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ശുകമഹർഷി ആദ്യത്തെ സപ്താഹം നടത്തി. പിന്നെ അവിടെ 16,000 ഋഷിമാരാണ് അവിടെ ഇരുന്ന് കേട്ടത്. അവർ കേട്ടവരെല്ലാം പിന്നെ നൈമിഷാരണ്യത്തിൽ പോയി രണ്ടാമത്തെ ചർച്ച നടത്തി. എത്ര പേര് നൈമിഷാരണ്യത്തിൽ പോയിട്ടുണ്ട്? കുറച്ച് പേര് പോയിട്ടുണ്ട്. നൈമിഷാരണ്യം ഭൂമിയുടെ അച്ചുതണ്ട് നൈമിഷാരണ്യത്തിൽ കൂടെയാ പ്രവേശിക്കുന്നത്. അവിടെ ചക്രതീർത്ഥം എന്നൊരു കുളമുണ്ട്. വട്ടരൂപത്തിലാണ് ആ കുളം. സാധാരണ ചതുരമായൊക്കെ ഇരിക്കില്ലേ? സോ നൈമിഷാരണ്യത്തിലുള്ള ചക്രതീർത്ഥം വട്ടരൂപത്തിലാണ്. ഒരു മഹാ അത്ഭുതം. അവിടെ വെള്ളം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും, വെള്ളം നിൽക്കത്തില്ല. വെള്ളം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. നമ്മളവിടെ ഇറങ്ങി നിന്നാൽ ആ കുളത്തിൽ വെള്ളം നമ്മളെങ്ങനെ തള്ളിക്കൊണ്ട് പോകും. നമ്മൾ റൗണ്ട് അടിക്കാൻ തുടങ്ങും. അതിൻ്റെ മധ്യഭാഗത്തിൽ ആരും ഇറങ്ങിയിട്ടില്ല. കാരണം അതിൻ്റെ മധ്യഭാഗം പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് ചക്രതീർത്ഥത്തിൽ അവിടെ ഒരു വേലിയൊക്കെ വെച്ച് ആ മധ്യഭാഗം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് രണ്ടാമത്തെ സംവാദം നടക്കുന്നത്. മൂന്നാമത്തെ സംവാദം പരീക്ഷിത്ത് മഹാരാജാവും ഉദ്ധവരും കൂടെ ചേർന്ന് ഭാഗവതം നടത്തി. അപ്പോൾ ഭാഗവതം കേൾക്കുന്നത് പുണ്യമാണ്, ചർച്ച ചെയ്യുന്നത് പുണ്യമാണ്, വായിക്കുന്നത് പുണ്യമാണ്. ചിലരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുക ഇത് വെറും അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ദൈവങ്ങളുടെ കഥകളാണ്. അങ്ങനെ ഒന്നുമല്ല. ദിവസവും മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ കാര്യം എല്ലാം ഭാഗവതത്തിലുണ്ട്. എങ്ങനെ ദേഷ്യത്തിനെ നിയന്ത്രിക്കാം. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേർക്ക് ദേഷ്യമുണ്ട്? പകുതി ആൾക്കാർക്കേ ഉള്ളൂ. ഇന്ന് ദേഷ്യപ്പെട്ട അനുഭവം ഉണ്ടോ? ഇന്ന് ദേഷ്യപ്പെട്ടത് ഉറപ്പാണോ? ഗിരിച്ചേട്ടൻ എവിടെ? ഇന്ന് രാവിലെ ഇഡ്ഡലി കഴിക്കുമ്പോൾ ഭരതനാട്യമായിരുന്നു ഗിരിച്ചേട്ടൻ്റെ. ദേഷ്യപ്പെട്ടില്ലേ ലത്തിക്കാൻ മത്തച്ച് ഇന്ന് രാവിലെ? അപ്പൊ
ഒരു തവണ ദേഷ്യപ്പെട്ടാൽ ലൈഫിൽ 12 മിനിറ്റ് കുറയും. യഥാർത്ഥത്തിൽ ആയുർവേദം അനുസരിച്ച് ഒരു മനുഷ്യൻ 100 വർഷമാണ് ജീവിക്കേണ്ടത്. പക്ഷേ കലികാലത്തിൽ 70 വർഷം 80 വർഷമേ മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ദേഷ്യപ്പെട്ട് അവൻ 12 മിനിറ്റ് വെച്ച് കുറയുക. എങ്ങനെ? നമ്മുടെ ജീവിത ദൈർഘ്യം ദിവസങ്ങൾ കൊണ്ടല്ല നിശ്ചയിച്ചിരിക്കുന്ന, ശ്വാസഗതി ശ്വാസോച്ഛ്വാസം കൊണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം യോഗ, പ്രാണായാമം, യോഗയൊക്കെ ചെയ്യുന്നവർ വളരെ ശാന്തരായിരിക്കും. ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ പ്രാണൻ ശ്വാസഗതി വേഗത്തിൽ പോകും. അപ്പോൾ പ്രാണനും ശ്വാസഗതിയും വേഗത്തിൽ പോകുമ്പോൾ അവൻ്റെ ശ്വാസം പെട്ടെന്ന് തീരും. 100 വർഷം ജീവിക്കേണ്ടവൻ അവസാനം എത്ര വർഷം ജീവിക്കും? 70-80 വർഷം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, കലികാലം മൂർധന്യ അവസ്ഥയിലാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം വെറും 30 വർഷമായിരിക്കും. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ മാക്സിമം ലൈഫ് ടൈം എത്രയായിരിക്കും? വെറും 30 വർഷം. പ്രായേണ അല്പായുഷസഭ്യ പ്രായേണ അല്പായുഷസഭ്യ. അടുത്ത ലൈൻ എന്താണ്? മറന്നുപോയി. പ്രായേണ അല്പായുഷസഭ്യ കലൗ അസ്മിൻ യുഗേ ജനാഹ മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതഃ. കലികാലം മൂർധന്യ അവസ്ഥയിൽ വരുമ്പോൾ പ്രായം കുറഞ്ഞ് എത്രയാകും? 30 വയസ്സാകും. അതേപോലെ അവരുടെ രൂപവും ചെറുതാകും. കലിയുഗം തുടങ്ങിയപ്പോൾ 7 അടി പൊക്കമുണ്ടായിരുന്നു മനുഷ്യന്. ഇപ്പം എത്രയാണ്? 5-5.5 ഇല്ലേ? അതിലും സ്ത്രീകളുടെ ഹൈറ്റ് കുറഞ്ഞു വരാണ്. വീണ്ടും കുറഞ്ഞു വരാം. പ്രായം, രൂപം എല്ലാം കലിയുഗത്തിൽ ചെറുതായി വരും. പ്രായേണ അല്പായുസുക്കളായിരിക്കും. കലവസ്മിൻ യുഗേ ജനാഹ, കലിയുഗത്തിൽ മനുഷ്യരും. സുമന്ദമതയോ, മന്ദബുദ്ധികളായിരിക്കും കലിയുഗത്തിൽ. ആലോചിച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. തമിഴ്നാട്ടിലൊരു മന്ത്രി ഈ ഇടയ്ക്ക് സമ്മറിൽ ഈ സൂര്യൻ്റെ ചൂട് കൂടുതലാണ്, കായലിലുള്ള വെള്ളമെല്ലാം ആവിയായി പോകുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പുറത്ത് തെർമോക്കോൾ വിരിച്ചു. എത്രയോ കോടി രൂപ ചെലവാക്കി മന്ത്രി. ബുദ്ധിമാനാണോ മണ്ടനാണോ? വലിയ മണ്ടത്തരങ്ങളാണ് അവരൊക്കെ ചെയ്യുക. കലിയുഗത്തിൽ അതുപോലെ മണ്ടശിരോമണികളായിരിക്കും. സുമന്ദമതയോ മന്ദഭാഗ്യ, ഭാഗ്യഹീനരായിരിക്കും കലികാലത്തിൽ. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന സത്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രമേ ജനങ്ങൾ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നു. കൃഷ്ണ ഭഗവാൻ പറയുന്നു, കലിയുഗ അവസാനത്തിൽ കൽക്കി അവതാരമാണ് വരാൻ പോകുന്നത്. ആ കൽക്കി അവതാരം വരുന്നത് വരെ, അവസാനം കൃഷ്ണൻ വന്നു, ഇനി വരാൻ പോകുന്നത് ഏതാണ്? അത് വരുന്നത് വരെ ഒരേ ഒരു രൂപത്തിലാണ് ഭഗവാൻ ഉണ്ടാവുന്നത്. ഏത് രൂപത്തിലാ? ഭാഗവതം. ഈ രൂപത്തിൽ മാത്രം, വേറെ അവതാരങ്ങളില്ല. ഇത് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇന്ന് കാലത്ത് ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ വരുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. പക്ഷെ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇല്ലേ? ഒരുപാട് സ്വാമിമാരും സ്വാമിനികളും ദൈവമായിട്ടൊക്കെ. ഭാഗവതം പറയുന്നു ഇനി കൽക്കി മാത്രമേ ഉള്ളൂ, നടുക്ക് ഒരു അവതാരവുമില്ല. ഇപ്പം പുതിയതായിട്ട് 1 വർഷത്തിന് മുമ്പേ ഒരു തമിഴ്നാട്ടിലൊരു നാരായണനും ലക്ഷ്മി ഇറങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച അവർ ദർശനം തരും. കാല് തൊടണമെങ്കിൽ 35,000 രൂപ കൊടുക്കണം. മുട്ട് തൊടണമെങ്കിൽ 50,000 രൂപ കൊടുക്കണം. അങ്ങനെ ദേഹത്തിങ്ങനെ മേലെ വരും തോറും പൈസ കൂടിക്കൊണ്ടേ വരും. ഞായറാഴ്ച ആൾക്കാർ വന്ന് കാല് തൊട്ട് തൊഴുത് നാരായണന് 35,000 രൂപയും കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം 35,000 രൂപയും വാങ്ങിച്ച് ഒരു മന്ത്രോപദേശം ചെയ്യും. അതും സ്വീകരിച്ചിട്ട് വീട്ടിൽ പോകും. ഇതൊക്കെ ശരിയാണോ നേരാണോ? ഇല്ല.
നമ്മളൊരു ഭക്തിയുണ്ട് അവിടുത്തെ അവരുടെ ഡിവോട്ടി. ഞങ്ങളന്ന് തിരുപ്പതിയിൽ പോയപ്പോൾ പോയിരുന്നു, കാശ് കൊടുത്തിട്ട്. ദിശ്യാന്നിട്ട് പ്രഭുവിനറിയാം അവിടെ പ്രഭു പോയോ? അവര് മറ്റേ പ്രഭു 35,000 കൊടുത്ത് കാല് പിടിച്ചത് ഞാനല്ല ദിശ മഹാരാജ് പോയില്ല, ഓർമ്മയുണ്ട് നമ്മള്. ശരി, ഇനിയിപ്പോ അവരെ പേര് പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് ഇതാക്കണ്ട, ആളില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കാനും 100,000 ജനങ്ങൾ ഇന്ന് കാലത്തുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ദൈവങ്ങളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ വേഷമൊക്കെ ഇട്ട് അങ്ങിരിക്കും. ദുർഗയുടെ വേഷം, ഗണപതിയുടെ വേഷം, ഇങ്ങനെ പല വേഷങ്ങളും ഇട്ടിരിക്കും. അപ്പം ശരിക്കും ശ്രീമദ് ഭാഗവതം വായിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. ആൾദൈവങ്ങളെ പൂജിക്കുക, പിന്നെ എല്ലാ ദേവീദേവഗണങ്ങളും ഒന്നാണ് എന്ന് വിചാരിക്കുക, അതും വലിയ ഒരു തെറ്റാണ്. ഓരോ ദേവനും ഓരോ പ്രത്യേക വിഭാഗങ്ങളുണ്ട്, എല്ലാം ഒന്നല്ല. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ വ്യത്യസ്തനാണ്. എല്ലാ ദൈവങ്ങളിലും ഭഗവാൻ കൃഷ്ണനും ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ വ്യത്യാസം, പരമാത്മാവായിട്ട് കൃഷ്ണനെ മാത്രമേ പറയുള്ളൂ. ശ്രീകൃഷ്ണ പരമാത്മ, ഗണപതി പരമാത്മ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യപ്പ പരമാത്മ കേട്ടിട്ടുണ്ടോ? ഇല്ല. സായിബാബ പരമാത്മ ഇല്ല. പരമാത്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ട് അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നു, പരം ബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഒരു തവണ ബ്രഹ്മാവ്, ഭഗവാൻ പശുക്കളെ മേയിച്ചുകൊണ്ട് പോയി. നമ്മൾ പരമസത്യം എന്ന് ആരാധിക്കുന്ന സർവേശ്വരൻ ദിവസവും കന്നുകാലികളെ മേയ്ക്കാൻ പോവാം. പശുക്കളെ മേയ്ക്കാൻ പോയി. ബ്രഹ്മാവിന് സംശയം തോന്നി, ആ കൃഷ്ണനാണോ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ് ഭഗവാന്റെ 9 ലക്ഷം പശുക്കളെയും 1000 ഗോപന്മാരെയും കൊണ്ടുപോയി ഒരു ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഭഗവാൻ അതേപോലെ 1000 ഗോപന്മാരായി വിസ്തരിച്ചിരിക്കുന്നു, 9 ലക്ഷം പശുക്കിടാവായി വിസ്തരിച്ചിരിക്കുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇത് ബ്രഹ്മാവ് സ്തുതിച്ച ആദ്യത്തെ ശ്ലോകമാണ്. എല്ലാവരും പഠിക്കുന്നത് വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു തവണ എല്ലാവരും ഏറ്റു ചൊല്ലുക. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും ഒരു കാരണമുണ്ട്. 2, അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം 2 കാരണമുണ്ട്. ഒന്ന് താൽക്കാലികമായ കാരണവും ഇനിയൊന്ന് ശാശ്വതമായ കാരണവും. ആധ്യാത്മിക വ്യക്തികൾ ശാശ്വതമായ കാരണത്തിനെ നോക്കും, ഭൗതികവാദികൾ താൽക്കാലികമായ കാരണത്തിനെ നോക്കും. ഓരോ പ്രവർത്തനത്തിനും 2 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകുമ്പോൾ സ്കൂട്ടറിൽ പോകുന്നു, മുൻപേ കൂടെ ഒരു ഓട്ടോക്കാരൻ ശ്രദ്ധിക്കാതെ വന്ന് തട്ടിയിട്ടു, നമ്മൾ നിലത്ത് വീണു, ചെറിയ മുറിവൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ഈ ദുഃഖത്തിന് ആരാണ് കാരണം? ഓട്ടോറിക്ഷക്കാരൻ കാരണം. അപ്പം നമ്മൾ അയാളെടുത്ത് വഴക്കുണ്ടാക്കും. അത് താൽക്കാലികമായ കാരണം. ശാശ്വതമായ കാരണം എന്ന് പറഞ്ഞാൽ കർമ്മഫലം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോവിന്ദൻ പിള്ള സ്കൂട്ടറിൽ നിന്ന് വീഴണം എന്ന് വിധിയുണ്ട്. കർമ്മഫലം. മുൻജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉണ്ടാക്കിയ ചില കർമ്മത്തിൻ്റെ ഫലം.
പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. അതാണ് ശാശ്വതമായ കാരണം. അതനുസരിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നിലത്ത് വീഴണം എന്നുണ്ട്. സ്കൂട്ടറിൽ പോയത് കൊണ്ട് സ്കൂട്ടറിൽ നിന്ന് വീണും, വീട്ടിലാണെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്ന് വീഴും. എവിടെയാണെങ്കിലും ആ വീഴ്ച ഉറപ്പായിട്ടും നടന്നിട്ടുണ്ടാകും. അത് ശാശ്വതമായ കാരണം, അതാണ് കർമ്മഫലം. സാധാരണക്കാരെന്ത് ചെയ്യും വെച്ചാൽ ആ താൽക്കാലികമായ കാരണത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാലും ആ ഓട്ടോറിക്ഷക്കാരൻ നോക്കി വന്നില്ല, അയാൾ എന്ത് തെറ്റാ ചെയ്തത്, അയാൾ കാരണം ഇത്രയും സംഭവിച്ചത്. ഇത് ഭൗതികവാദികൾ. ആത്മീകവാദികൾ എന്ത് ചിന്തിക്കും? അത് ഈശ്വരൻ, കർമ്മഫലം ഞാൻ അനുഭവിക്കണം എന്നുണ്ട്, അതുകൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് അവർ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് വഴക്കിന് പോവില്ല. നമ്മളാരാണ്? ശാശ്വതമായ കാരണത്തിനെ ചിന്തിക്കുന്നവരാണോ താൽക്കാലികമായ കാരണത്തിനെ ചിന്തിക്കുന്നവരാണോ? അടി ഉണ്ടാക്കി അയാളടുത്ത് വഴക്ക് കൂടി അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇതുപോലെ ശാശ്വതമായ കാരണങ്ങളുണ്ട്. ആ ശാശ്വതമായ കാരണത്തിനെ കണ്ടുപിടിക്കാൻ പഠിക്കണം. അതാണ് ശ്രീമദ് ഭാഗവതം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചെയ്ത പാപപുണ്യം അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ശ്രീമദ് ഭാഗവതം കീ. ഒരു ചെറിയ 5 മിനിറ്റ് കീർത്തനം, അത് കഴിഞ്ഞിട്ട് ഭഗവത്ഗീത മഹാത്മ്യത്തിലേക്ക് നമ്മൾ കടക്കും. ഹരേ കൃഷ്ണ.